World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hyson Heritage. രൂക്ഷമായ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറെ കൂടി അവലോകനം ചെയ്യേണ്ടതുണ്ടെന്ന ബോധ്യത്തോടു കൂടി വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഗ്രൗണ്ട് വാട്ടറും KSCBയുടെ ഉദ്യോഗസ്ഥരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. സംസ്ഥാനത്ത് പൊതുവെ ജലക്ഷാമം രൂക്ഷമാകുന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ ചെയ്യേണ്ട നടപടികൾ യഥാസമയങ്ങളിൽ തുടരുന്നുണ്ടെങ്കിലും ഒരു കോർഡിനേഷന്റെ ആവശ്യമുണ്ടെന്ന ബോധ്യത്തോടുകൂടിയാണ് ഒരു മീറ്റിംഗ് ചേർന്നത്. കഴിഞ്ഞ 2-3 ദിനങ്ങൾ മുമ്പ് മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത ഒരു യോഗം അതിന്റെ ഭാഗമായി ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ വാട്ടർ അതോറിറ്റിയും കൂടെ ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ചേർന്ന് ഈ വിഷയം അവലോകനം ചെയ്യണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെ എറണാകുളം, കോഴിക്കോട് 3 റീജിയണലായിട്ടുള്ള ചീഫ് എഞ്ചിനീയർമാരും 14 ജില്ലകളിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സും സൂപ്രണ്ടിംഗ് എഞ്ചിനീയേഴ്സും ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി ജോയിന്റ് MD CIന്റെ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ മീറ്റിംഗിൽ പങ്കെടുത്തു. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അരുവിക്കരയിൽ നിന്നുള്ള ജലവിതരണമാണ്. അരുവിക്കരയിൽ നിന്നുള്ള ജലവിതരണം നമുക്ക് ഈ നിലയിൽ തുടർന്നു പോകുമ്പോൾ പേപ്പാറയിൽ നിന്നാണ് അരുവിക്കരയിലേക്ക് വെള്ളം എത്തുന്നത്. അങ്ങനെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയ്ക്ക് വിടുന്ന വെള്ളം പ്രയോജനപ്പെടുത്തി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമുക്കിനി ഏതാണ്ട് 28 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ജലവിതരണത്തിനായിട്ട് സാധിക്കുന്നൊരു സ്ഥിതി രൂപപ്പെട്ട് കാണുന്നത്. അതായത് ഏകദേശം ഡാമിൽ നിന്ന് പെർ ഡേ 15 സെന്റിമീറ്റർ മുതൽ 17 സെന്റിമീറ്റർ വരെയുള്ള വെള്ളം ഒരു ദിവസത്തെ ആവശ്യത്തേക്കായിട്ട് വരുന്നു. ഇത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് 96.5 മീറ്ററാണ് പേപ്പാറ ഡാമിന്റെ ഹൈറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം അതിലിപ്പോൾ 10 സെന്റിമീറ്റർ വെച്ച് എടുത്ത് പരിശോധിക്കുമ്പോൾ നിലവിലുള്ള ജലത്തിന്റെ അളവെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ ബുദ്ധിമുട്ട് നേരിടും. അതിനൊരു ഓൾട്ടർനേഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നുള്ള നിലയിൽ തന്നെ നമ്മൾ പേപ്പാറയിലേക്ക് നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ നെയ്യാറിൽ നിന്ന് വെള്ളം പേപ്പാറയിലേക്ക് എത്തിച്ച് അവിടെ അരുവിക്കരയിലേക്ക് ജലമെത്തി അവിടെ കുറച്ചു കാലം കൂടി ആവശ്യമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ആ നടപടികൾ സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചു. അതോടൊപ്പം വിഴിഞ്ഞം മേഖല വെള്ളായണി ഭാഗത്ത് രൂക്ഷമാകുന്ന ജലക്ഷാമത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവിടെയും ഈ നിലയിൽ നമുക്ക് വെള്ളം എത്തിക്കുന്നതിന് വെള്ളായണിയിൽ വെള്ളം എത്തിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. അതും അരുവിക്കരയിൽ നിന്ന് പേപ്പാറയിലേക്കുള്ള റൂട്ടിൽ തന്നെയുള്ള കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് അരുവിക്കരയിലേക്കുള്ള വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഇതേ വിഷയം തന്നെയാണ് വിഴിഞ്ഞം മേഖലയിലെ പ്രശ്നം വെള്ളായണി ഭാഗത്ത് രൂക്ഷമാകുന്ന മേഖലയിലും ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. നമ്മളിപ്പോൾ നിലവിൽ ഏകദേശം ഇതിന്റെ ഭാഗമായി തന്നെ ഉപയോഗിക്കുന്ന ജലത്തിന്റെ അളവ് ഏതാണ്ട് 450 MLD വാട്ടറാണ്. തിരുവനന്തപുരത്ത് പൊതുവിൽ നമുക്ക് എല്ലാ മേഖലയും അരുവിക്കരയും അതോടൊപ്പം തന്നെ താഴേക്കുള്ള ചെറിയ സ്കീമുകളും PTP 6 വെള്ളയമ്പലം അങ്ങനെ വിവിധ മേഖലയിലായി 450 MLD വാട്ടറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 വിഷയങ്ങളാണ് കുടിവെള്ളത്തെ സാരമായി ബാധിക്കാത്ത വിധത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. എന്നാൽ അതോടൊപ്പം സ്ഥായിയായ ഒരു തീരുമാനം ഭാവിയിലേക്ക് കരുതാൻ കഴിയത്തക്ക വിധത്തിൽ പേപ്പാറ ഡാമിന്റെ കപ്പാസിറ്റി ഉയർത്തുക എന്നുള്ളതാണ്
നമുക്ക് ഭാവിയിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം നെയ്യാറിൽ പുതിയൊരു പ്ലാന്റ് രൂപപ്പെടുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കാണുന്നുണ്ട്. അപ്പം നെയ്യാറിലെ പ്ലാന്റ് രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ തയ്യാറാക്കി ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത് അതിന്റെ കാര്യങ്ങളിലേക്ക് കൂടി പോകാനായിട്ട് ഇതിനോടകം തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കാണേണ്ട മറ്റൊരു പ്രധാന വിഷയം 3 മീറ്ററെങ്കിലും പേപ്പാറ ഡാമിന്റെ ഹൈറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള നിലയിൽ ഒരു പ്രപ്പോസൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം നിലവിലുള്ളത്. എന്നാൽ ആ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആ വിഷയം അങ്ങനെ പരിഹരിക്കാൻ പറ്റും. ഏതൊക്കെ മേഖല അഫക്ട് ചെയ്യപ്പെടും? ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തിലെ കൃഷിഭൂമിയാണ് അഫക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ അതിജീവിക്കുവാൻ അത്യാവശ്യമായിട്ടുള്ള സോഴ്സുകൾ കണ്ടെത്തുക എന്നുള്ളത് അനിവാര്യമാണെന്നുള്ള നിലയിലാണ് ആ നിലയിലേക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയേണ്ടതുണ്ട് എന്ന നില നമ്മൾ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് പല സ്ഥലത്തും ഇതിന്റെ ഭാഗമായി തന്നെ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ ഇപ്പം തന്നെ പുതിയ കണക്ഷൻസ് കുറെ കൊടുക്കേണ്ടി വന്നു. നമ്മൾ അമൃത് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി കൂടുതൽ കണക്ഷൻ കൊടുത്തപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള സോഴ്സുകൾ നമുക്ക് പൂർണ്ണമായിട്ടും വെള്ളം എത്താൻ കഴിയാതെ വരുന്ന ചില സ്ഥിതിവിശേഷവും ഈ ഷോർട്ടേജിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്ക് ഭാഗത്ത് കഴക്കൂട്ടം ഭാഗത്ത് വർക്കുകൾ നടക്കുന്നുണ്ട്. അതിലാണ് 2.5 കിലോമീറ്റർ DLP പീരീഡ് ഉള്ള മേഖലയിലേക്കുള്ള വർക്ക് കൂടി പൂർത്തിയായാൽ ആ വർക്കുകൾ പൂർത്തിയാവുന്നതോടുകൂടി തന്നെ അവിടുത്തെ ആ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ആ നിലയിലുമുണ്ട്. ഇനി അതോടൊപ്പം എറണാകുളം മേഖലയിലേക്ക് വന്നാൽ മേയർ വിഷയങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എറണാകുളത്തെ പൊതുവിലുള്ള വിഷയങ്ങൾ ആ നിലയിൽ സൂചിപ്പിച്ചെങ്കിലും പൂർണ്ണമായും അവിടെ വലിയ വിഷയങ്ങൾ രൂപപ്പെട്ടു വരുന്ന സ്ഥിതിവിശേഷം റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഇതിനോടകമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തൃക്കാക്കര, നായരമ്പലം, കടമക്കുഴി മേഖലയിൽ 4 ദിവസത്തിലൊന്നായിരുന്നു അവർ കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നത്. അത് ജലക്ഷാമം രൂക്ഷമുള്ള മേഖലയാണ്. അത് വർക്ക് അറേഞ്ച് ചെയ്താണ് കൊടുത്തിരുന്നത്. അവിടെ ഉണ്ടായ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു. അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തു. തമ്മനത്ത് ഉണ്ടായ വിഷയം അറിയാം. അവിടെ 60 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിന്റെ തകർച്ചയോടുകൂടി അവിടെ ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അത് പരിഹരിക്കാനുള്ള ഓൾട്ടർനേഷൻസ് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല അവിടേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള നടപടികൾ അവിടെയും ഒരു 190 MLD പ്ലാന്റും കൂടി ആലുവയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ADBയുടെ തന്നെ ഭാഗമായി നിലവിൽ ആ പദ്ധതി തയ്യാറാക്കി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മരടിൽ നിന്നും ആലുവയിൽ നിന്നുമാണ് അങ്ങോട്ടേക്ക് ആവശ്യമായ വെള്ളം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടും കൊണ്ടും തന്നെ പൂർണ്ണമായി ജലവിതരണം നടത്താൻ സാധ്യമല്ലാത്ത സ്ഥിതിയിലാണ് ആലുവ പ്ലാന്റിന്റെ ആവശ്യകത ഉയർന്നു വന്നത്. അതും നമുക്ക് ഏറെ താമസിക്കാതെ വരുന്ന ഭാവിയെ കരുതി ചെയ്തെടുക്കാൻ കഴിയുന്നവർ കൂടി പല പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകാനായിട്ട് സാധിക്കും. പച്ചാളം വടുതല ഭാഗങ്ങളിൽ അവിടെ നേരിടുന്ന വിഷയം പരിഹരിക്കാനായിട്ട് പച്ചാളത്ത് ഒരു ഓവർഹെഡ് ടാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നം നിലവിലുണ്ടായിരുന്നു. ആ വിഷയം 150 mm ആയിരുന്ന പൈപ്പ് 500 mm ആക്കി ഉയർത്തി 530 മീറ്ററോളം ദൈർഘ്യം ആ വർക്ക് പൂർത്തീകരിച്ച് ഒരാഴ്ചക്കകം അത് പരിഹരിക്കാൻ കഴിയുമ്പോൾ അങ്ങോട്ടേക്കുള്ള പമ്പിങ്ങിന്റെ നിലവിലുള്ള പ്രശ്നം കുറച്ച് പരിഹരിക്കാൻ കഴിയും. അത് കൂടുതൽ ടൈൽ എൻഡിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രഷർ വേരിയേഷൻ മാറ്റുന്നതിന് അത് സാധ്യമാകുന്നൊരു സ്ഥിതി നിലവിലുണ്ട്.